ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോബിൻ. ഇത് മിഷമാക്സ് ബ്ലോഗ് 18. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാജകുമാരിയിലെ ദൈവമാത പള്ളിയിലാട്ടോ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പേരിലുള്ള ഒരു പള്ളിയാണ്. പുരാതനമായ ഒരു പള്ളിയുണ്ട്. അത് കൂടാണ്ട് എൻ്റെ പുറയിൽ കാണുന്നത് ഈയിടെയായിട്ട് പുതുക്കി പണിത ഒരു പള്ളിയാണ്. നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇടുക്കി ജില്ലയിലെ പ്രമുഖമായ ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് ദൈവമാതാ പള്ളി. ഇടുക്കി രൂപത നിലവിൽ വരുന്നതിന് മുമ്പ് ഇത് കോതമംഗലം രൂപതയുടെ കീഴിലായിരുന്നു. അന്നത്തെ ബിഷപ്പായിരുന്ന മാർ മാത്യു പോത്തനാമൊഴി പിതാവായിരുന്നു ഇതിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചത്. ഇടവകയുടെ ആരംഭകാലത്ത് വളരെ ചെറിയൊരു ഇടവകയായിരുന്നു ഇത്. തുടർന്ന് ഇടവകാംഗങ്ങൾ വർദ്ധിച്ചു വന്നതോടുകൂടിയാണ് നിലവിലെ പുതിയ പള്ളിക്ക് തൊട്ടടുത്തായിട്ടുണ്ടായിരുന്ന പഴയ പള്ളി സ്ഥാപിതമായത്. ഹൈറേഞ്ച് പ്രദേശത്തെ ഏറ്റവും പ്രശസ്തമായ മാതാവിന്റെ പള്ളിയായി ഇത് മാറി. തുടർന്ന് ഇടവകാംഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനം മൂലമാണ് ഇന്നത്തെ രീതിയിൽ ഈ പള്ളി നിർമ്മിക്കപ്പെട്ടത്. ജർമ്മൻ പുരോഹിതനായ റവറൻ ഫാദർ ഹെർമൻ ഹുക്കും അദ്ദേഹത്തിന്റെ സഹോദരി മിസ് മാർഗരറ്റും ഇതിന്റെ നിർമ്മാണത്തിന് വലിയ തോതിലുള്ള പിന്തുണ നൽകി. 1955 ഡിസംബർ 25 ഇവിടെ ആദ്യമായി ഒരു പള്ളി സ്ഥാപിക്കുകയും ഇവിടെ ഒരു കുർബാന നടത്തപ്പെടുകയും ചെയ്തത്. ഇവിടെ ഒരു പള്ളി സ്ഥാപിതമാകുന്നതിന് മുമ്പ് ഇവിടെയുള്ള ആളുകൾക്ക് മാസത്തിലൊരിക്കലും ഒന്ന് പള്ളിയിൽ വരുവാനോ അതുപോലെ ഒരു മരണം സംഭവിച്ചാൽ മതാചാരപ്രകാരം ശവസംസ്കാരം നടത്താനോ ഒരു സ്ഥലമോ വൈദികനോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വിശ്വാസികളെല്ലാം കൂടി അന്നത്തെ കൂമ്പൻപാറ പള്ളി വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട പിട്ടാപ്പിള്ളിൽ സക്കറിയാസ് അച്ഛനെ ചെന്ന് കാണുകയും കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തു. നിലവിൽ രാജകുമാരി പള്ളി ഇരുന്ന സ്ഥലത്തിന് വേങ്ങ സിറ്റി എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. രാജകുമാരിയിൽ ഒരു പള്ളി സ്ഥാപിക്കുന്നതിനെ പറ്റി അന്നത്തെ എറണാകുളം അതിരൂപത മെത്രാപ്പൊലിത്ത ആയിരുന്ന ആഗസ്തീനോസ് കണ്ടത്തിൽ പിതാവിനെ സക്കറിയാസ് അച്ഛൻ ചെന്ന് കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുകയാണ് ചെയ്തത്. ഇടവകയിലെ അംഗങ്ങളുടെ ആഗ്രഹപ്രകാരം മാതാവിന്റെ നാമത്തിലുള്ള ഒരു പള്ളി വേണമെന്ന് ആവശ്യപ്പെടുകയും അതുപോലെ ആ പള്ളി സ്ഥാപിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ കാഞ്ഞിരപ്പള്ളി തമ്പിയുടെ വക രാജകുമാർ എന്നൊരു എസ്റ്റേറ്റ് ഉണ്ടെന്നും അതിന്റെ അടുത്താണ് സ്ഥാപിക്കുന്നത് എന്നും പറഞ്ഞപ്പോൾ ആഗസ്തീനോസ് മെത്രാപ്പൊലിത്തയാണ് പറഞ്ഞത്, അങ്ങനെയെങ്കിൽ ഈ സ്ഥലത്തെ നമുക്ക് രാജകുമാരി എന്ന് വിളിക്കാമെന്ന്. നമ്മളിപ്പോൾ ഈ കാണുന്ന പഴയ പള്ളിയുടെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചത് 1955 ഡിസംബർ 25 ആയിരുന്നു. കിഴക്കിന്റെ മെത്രാൻ എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട പിട്ടാപ്പിള്ളിൽ സക്കറിയാച്ചനാണ് ഇത് നിർവഹിച്ചത്. ഈ പള്ളിയുടെ ആദ്യത്തെ വികാരിയായി ചുമതലയേൽക്കുന്നത് ബഹുമാനപ്പെട്ട കുഴികണ്ടത്തിൽ ജോസഫ് അച്ഛനായിരുന്നു. അത് 1957 ഏപ്രിൽ മുതൽ 1958 മാർച്ച് വരെയായിരുന്നു. അതുപോലെ ഈ പള്ളിക്ക് ഒരു ഐതിഹ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ തന്നെ ഇവിടെ ഉണ്ണിയായി പിറന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 1959 പേർഷ്യൻ വാസ്തുവിദ്യയും അതുപോലെ കേരളീയ വാസ്തുവിദ്യയും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നോളം വരെ ബൈ ബൈ.